വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 60 ലിറ്റർ ചാരായവുമായി 2 പേർ ചേർപ്പ് എക്സൈസിന്റെ പിടിയിൽ. ഔഷധക്കൂട്ട് ചേർത്ത് നിർമ്മിച്ച ചാരായം ലിറ്ററിന് 1500 രൂപയ്ക്കായിരുന്നു വിൽപ്പന. ചാലക്കുടി പോട്ടാക്കവല സർവീസ് റോഡ് വികസനത്തിന് തടസ്സമായ മരങ്ങൾ മുറിച്ചു മാറ്റിയില്ല. ഇടുങ്ങിയ റോഡിലൂടെ 2 വരി ഗതാഗതം മൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. എടത്തുരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം. കേസിൽ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. എറിയാട് സ്വദേശി തൻസീർ, പറവൂർ സ്വദേശി മിഥുൻലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. മാളക്കടവിൽ സ്ഥിരം തടയണ നിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പായില്ല. കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക തടയണ കെട്ടിയതിൽ അപാകതയെന്ന് പരാതി. വാർത്തകൾ വിശദമായി. 60 ലിറ്റർ ചാരായവുമായി 2 പേരെ ചേർപ്പ് എക്സൈസ് പിടികൂടി. ചൊവ്വൂർ പാറക്കോവിൽ കല്ലുങ്ങൽ വീട്ടിൽ ജിജോമോൻ, പുത്തൂർ ചെറുകുന്ന് ഏങ്ങൂർ വീട്ടിൽ യദുകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. മധ്യമേഖല എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ് അംഗം MK കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. തെങ്ങിൻ പൂക്കുലയും ഔഷധക്കൂട്ടും ചേർത്ത് വാറ്റിയ ചാരായത്തിന് വീര്യം കൂടുതലാണ്. 1 ലിറ്ററിന് 1500 രൂപയ്ക്കാണ് ഇവർ ചാരായം വിറ്റിരുന്നത്. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിൽ രാത്രി നടത്തിയ പരിശോധനയിലാണ് ചാരായം പിടികൂടിയത്. വിഷു, ഈസ്റ്റർ ഉൾപ്പെടെയുള്ള ആഘോഷവേളകളിൽ വിറ്റഴിക്കുവാനാണ് ഇവർ വൻതോതിൽ ചാരായം നിർമ്മിച്ചിരുന്നത് എന്ന് എക്സൈസ് പറഞ്ഞു. ചാലക്കുടി പോട്ടാക്കവല സർവീസ് റോഡ് വികസനത്തിന് തടസ്സമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തി നീളുന്നു. സോഷ്യൽ ഫോറസ്ട്രി നിശ്ചയിച്ച 9,20,000 രൂപയ്ക്ക് മരങ്ങൾ മുറിച്ചെടുക്കാൻ ആളെത്താത്തതാണ് പ്രതിസന്ധിയായത്. ലേലത്തിൽ പങ്കെടുത്തതിൽ ഏറ്റവും ഉയർന്ന വില കോട്ട് ചെയ്തത് 6 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ നിശ്ചയിച്ച തുക തന്നെ ലഭിക്കണമെന്നാണ് NHAI തീരുമാനം. റോഡ് വീതി കൂട്ടുന്നതിന്റെ മുന്നോടിയായി 7.5 ലക്ഷം രൂപ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയാണ് മരങ്ങൾ ഏറ്റെടുത്തത്. മരങ്ങൾ മുറിച്ചതിന് ശേഷം വീതി 11 മീറ്റർ ആക്കുകയും സർവീസ് റോഡിലൂടെ 2 വരി ഗതാഗതമാക്കുകയുമാണ് ശ്രമിക്കുന്നത്. അപകടകരമായ രീതിയിലാണ് പോട്ടാക്കവല റോഡിൽ ഇപ്പോൾ വാഹന ഗതാഗതം. നിലവിലെ സാഹചര്യത്തിൽ പോട്ടയിൽ നിന്നും ചാലക്കുടി പ്രദേശത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമേ ഇതുവഴി സഞ്ചരിക്കാനാകൂ. എന്നാൽ പോലീസിന്റെ നിർദ്ദേശങ്ങൾ തള്ളിയാണ് ഇപ്പോഴും 2 വരി ഗതാഗതം നടത്തുന്നത്. ഇതുമൂലം റോഡിൽ അപകടങ്ങൾ പതിവാണ്. എടത്തുരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറിയാട് സ്വദേശി ചകരമട വീട്ടിൽ തൻസീർ, പറവൂർ മന്നം സ്വദേശി ചന്തത്തോപ്പിൽ മിഥുൻലാൽ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 23-ന് എടത്തുരുത്തി കുമ്പളപ്പറമ്പിലുള്ള ആനാപ്പുഴ പ്രസാദിന്റെ വീട്ടിൽ നിന്നും 1.5 ലക്ഷം രൂപ വില വരുന്ന റാഡോ വാച്ചും 1 ലക്ഷം രൂപ വില വരുന്ന ക്യാമറയും, എടത്തുരുത്തി എലുവത്തിങ്കൽ ദേവസിയുടെ വീട്ടിൽ നിന്ന് 3000 രൂപയും, മാർച്ച് 2-ന് ചക്കരപ്പാടം കാട്ടുപറമ്പിൽ സൈഫുദ്ദീന്റെ വീട്ടിൽ നിന്നും 30,000 രൂപയും കവർന്ന കേസിലാണ് അറസ്റ്റ്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. വാടകയ്ക്കെടുക്കുന്ന ആഡംബര ബൈക്കിലെത്തി ആളില്ലാത്ത വീട് നോക്കി മുൻവശത്തെ വാതിൽ പൊളിച്ച് മോഷണം നടത്തുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. ഈ കേസിലെ മറ്റൊരു പ്രതിയായ ആല ഗോതുരുത്ത് സ്വദേശി ബൈജുവിനെ കൂടി പിടികൂടാനുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. 1-ാം പ്രതി തൻസീറിനെ വിവിധ സ്റ്റേഷനുകളിലായി മോഷണ കേസുകൾ ഉൾപ്പെടെ 27 കേസുകൾ നിലവിലുണ്ട്. വേനൽക്കാലത്ത് കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ മാള KSRTC ബസ് സ്റ്റാൻഡിനു സമീപം താൽക്കാലിക തടയണ കെട്ടിയതിൽ അപാകത എന്ന് പരാതി. കായലിലെ വേലിയേറ്റ സമയങ്ങളിൽ തടയണയിലെ വിവിധ ഭാഗങ്ങളിലൂടെ ഉപ്പുവെള്ളം മാള ചാലിലേക്ക് ഒഴുകിയെത്തുകയാണ്. വർഷക്കാലത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പൊട്ടിക്കുന്ന തടയണ പലകയും മണ്ണും ഉപയോഗിച്ചാണ് വേനൽക്കാലത്ത് കെട്ടുന്നത്. മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറിയാൽ പ്രദേശത്തെ കുടിവെള്ളത്തെയും ഇത് ബാധിക്കും. ചാലിൽ നിന്ന് മാളക്കടവിലേക്ക് ചേരുന്ന ഭാഗത്ത് സ്ഥിരം തടയണ നിർമ്മിക്കണമെന്ന ആവശ്യം വർഷങ്ങളായിട്ടും പരിഗണിച്ചിട്ടില്ല. ഇപ്പോഴത്തെ തടയണയുടെ കോൺക്രീറ്റ് ഭാഗങ്ങൾ മഴക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്കിനെ തടയുന്നുണ്ട്. ഇത്തരത്തിൽ തടസ്സമുണ്ടാകുന്നത് വെള്ളക്കെട്ടിനിടയാക്കുന്നുണ്ടെന്നും അതുകൊണ്ട് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ പൊളിച്ച് കടവുമായി ചേരുന്ന ഭാഗത്ത് സ്ഥിരം തടയണ വേണമെന്നും ആവശ്യപ്പെട്ട് ഷാൻഡി ജോസഫ് തട്ടകത്ത് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഫണ്ടില്ല എന്ന കാരണത്താൽ പദ്ധതി ഇപ്പോഴും പഞ്ചായത്തിന്റെ പരിഗണനയിൽ എത്തിയില്ല. മാളച്ചാൽ നവീകരണ പദ്ധതി വന്നാൽ പരിഗണിക്കാമെന്നാണ് പഞ്ചായത്ത് വിശദീകരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിച്ച് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണം അനുസ്മരിക്കുന്ന പീഡാനുഭവ വായനയിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം പങ്കുചേർന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ദേശീയപാത തളിക്കുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. തളിക്കുളം ത്രിവേണി നഗർ സ്വദേശി ഇത്തിക്കാട്ട് വീട്ടിൽ വിശ്വംഭരൻ മകൻ രതീഷാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ തളിക്കുളം ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. തളിക്കുളത്ത് നിന്നും വരികയായിരുന്ന ഓട്ടോയിൽ വാടാനപ്പള്ളി ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റിനും കാറിനും ഇടയിൽ ഞെരിഞ്ഞമർന്ന ഓട്ടോയിൽ നിന്ന് രതീഷ് പുറത്തേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രതീഷിനെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പിൽ സ്കൂട്ടർ യാത്രികന് സൂര്യാഘാതമേറ്റു. ചാത്തക്കുളം വടക്കേപ്പുരയ്ക്കൽ രതീഷിനാണ് സൂര്യാഘാതമേറ്റത്. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ സ്ഥാപനം നടത്തുന്ന രതീഷ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പൂച്ചിന്നിപ്പാടം ഭാഗത്തേക്ക് പോകുന്നതിനിടെ തിരുവള്ളക്കാവ് തെക്കേനട റോഡിനു സമീപമാണ് സൂര്യാഘാതമേറ്റത്. സ്കൂട്ടർ യാത്രയ്ക്കിടെ ശരീരത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടുവെങ്കിലും കാര്യമാക്കിയില്ല. രാത്രി വീട്ടിലെത്തിയപ്പോൾ പൊള്ളൽ വ്യാപിച്ചു. ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. കാഞ്ഞിരക്കോട് നിർത്തിയിട്ട ബസ്സിന് പുറകിൽ ബൈക്കിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ രാവിലെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന ബസ് കാഞ്ഞിരക്കോട് ഷാപ്പുംപടി സ്റ്റോപ്പിൽ നിർത്തിയ സമയത്ത് പുറകിൽ വന്നിരുന്ന ബൈക്കിൽ തൊട്ടുപുറകിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരൻ ചാത്തന്നൂർ സ്വദേശി താമി ബൈക്കിൽ നിന്നും ചാടിയതിനാൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇയാളെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. സ്വർണവില സർവകാല റെക്കോർഡിലെത്തി. പവന് ചരിത്രത്തിലാദ്യമായി 50,000 രൂപ കടന്നു. പവന് 1040 രൂപ വർദ്ധിച്ച് 50,400 രൂപയായി. 1 ഗ്രാമിന് 130 രൂപ വർദ്ധിച്ച് 6,300 രൂപയാണ് വെള്ളിയാഴ്ചത്തെ വില. രാജ്യാന്തര വിപണിയിലെ വിലവർദ്ധനവാണ് കേരളത്തിലും വില കൂടാൻ കാരണം. ഇരിഞ്ഞാലക്കുട ചേലൂരിൽ യുവാവിനെ കാറിലെത്തിയ സംഘം ആക്രമിച്ചു. പോത്തിനി സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ഓലപ്പിപി സജീവനെയാണ് ഇന്നോവ കാറിലെത്തിയ സംഘം മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് ചേലൂക്കാവ് അമ്പലത്തിനു സമീപം വെച്ചായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിനു സമീപം റെയിൽവേ ട്രാക്കിൽ മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മങ്കര ചേപ്പലക്കോട് പാമ്പനാൽ വീട്ടിൽ 52 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആനക്കയത്ത് കാട്ടാനകൾ വിനോദസഞ്ചാരികളുടെ കാർ ആക്രമിച്ചു. ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച വൈകിട്ട് വാൽപ്പാറ സ്വദേശികളായ കുടുംബം അതിരപ്പള്ളിയിലേക്ക് വരുമ്പോഴായിരുന്നു റോഡിൽ ആനകളെ കണ്ടത്. കുട്ടിയാനയോടൊപ്പം നിന്ന പിടിയാന കാറിന്റെ അടുത്തേക്ക് ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നു. ആനയുടെ തുമ്പിക്കൈ തട്ടി കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്നു. പിന്നീട് ആനകൾ ഈറ്റക്കാട്ടിലേക്ക് കയറിപ്പോയി. സംഭവത്തെ തുടർന്ന് അരമണിക്കൂറോളം പ്രദേശത്ത് ഗതാഗതം സ്തംഭിച്ചു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ പൊട്ടിയ പൈപ്പ് മാറ്റി ശുദ്ധജല വിതരണം പുനഃസ്ഥാപിച്ചു. ബുധനാഴ്ച രാവിലെയാണ് പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടിയപ്പോൾ 15ഓളം മീറ്റർ റോഡ് തകർന്നിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തി ടാറിംഗ് ചെയ്ത് ഗതാഗത തടസ്സം കൂടി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. പൈപ്പ് സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴിയിൽ വ്യാഴാഴ്ച പുലർച്ചെ കാർ മറിഞ്ഞിരുന്നു. കൂടപ്പുഴ ബ്രാഞ്ച് കനാലിലൂടെ തുടർച്ചയായി 4 ദിവസം വെള്ളം വന്നിട്ടും വെള്ളമെത്താതെ ചാലക്കുടി KSRTC പ്രദേശത്തെ കണ്ണംകുളം. കൂടപ്പുഴയിൽ കനാൽ വെള്ളം കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണ്. ദൗത്യം ലക്ഷ്യം കാണില്ലെന്ന് ഉറപ്പായതോടെ വ്യാഴാഴ്ച രാത്രി ചാലക്കുടി ബ്രാഞ്ച് കനാലിലേക്ക് വെള്ളം വിടുന്നത് തൽക്കാലം നിർത്തിവെച്ചു. കണ്ണംകുളം നിറയ്ക്കുന്ന ദൗത്യത്തിന് ഇനിയും കടമ്പകൾ ഏറെ കടക്കണം. വെട്ടുകടവിലെ ആഴമേറിയ കനാൽ ഭാഗത്തു നിന്നും വെള്ളം നീങ്ങാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇവിടെ അടിഞ്ഞുകിടക്കുന്ന മണ്ണ് ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല. കനാൽ വഴി വെള്ളമെത്തുന്ന മുറയ്ക്ക് മാലിന്യം നീക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയത്. എന്നാൽ കനാൽ വൃത്തിയാക്കൽ ഇക്കുറി കാര്യക്ഷമമായി നടത്തിയില്ലെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട്. ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ കൂടപ്പുഴയിൽ കനാൽ വെള്ളം നിറഞ്ഞ് റോഡിലൂടെ ഒഴുകുകയാണ്. കണ്ണംകുളത്തിൽ വെള്ളം എത്തിയില്ലെങ്കിൽ പള്ളി പരിസരം മുതൽ KK റോഡ് വരെയുള്ള പ്രദേശത്ത് വലിയ കുടിവെള്ളക്ഷാമത്തിന് ഇടയാകും.
തണ്ണീർമത്തൻ കൃഷിയിൽ 100 മേനി വിജയം നേടിയിരിക്കുകയാണ് യുവ കർഷകരായ ഷിയാസ് മൊയ്തീനും സുരേന്ദ്രനും. എരുമപ്പെട്ടി തിപ്പല്ലൂർ കരിയന്നൂർ റോഡരികിലുള്ള തോട്ടത്തിലാണ് തണ്ണീർമത്തൻ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചത്. എരുമപ്പെട്ടി കടങ്ങൂട് റോഡിലൂടെ സഞ്ചരിച്ച് തിപ്പല്ലൂർ കരിയന്നൂർ റോഡിലേക്ക് ഇറങ്ങിയാൽ കാണുന്ന 4 ഏക്കർ കൃഷിയിടത്തിലാണ് തണ്ണീർമത്തൻ വിളഞ്ഞു നിൽക്കുന്നത്. കരിയന്നൂർ അമ്പലപ്പാട്ട് വിജയലക്ഷ്മിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പ് ലീസിനെടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഊട്ടുപാറ സ്വദേശി ഷിയാസ് മൊയ്തീനും വെള്ളറക്കാട് സ്വദേശി സുരേന്ദ്രനും ആദ്യമായാണ് കാർഷിക കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. കടങ്ങൂട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ എയ്യാൽ സ്വദേശി പ്രിയനും സഹായിയായി കൂടെയുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത തണ്ണീർമത്തൻ കൃഷി മികച്ച വിളവാണ് ഇവർക്ക് സമ്മാനിച്ചത്. തീർത്തും ജൈവ രീതിയിൽ വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ച തണ്ണീർമത്തൻ ഇടനിലക്കാരില്ലാതെ തോട്ടത്തിൽ നിന്ന് തന്നെ വിൽപ്പന നടത്താനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതെ, ഇതിലേക്ക് താല്പര്യം കൊണ്ട് വന്ന ഷിയാസിനും ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ പോയി നോക്കി. അപ്പോഴാണ് ഇത് അമ്പലപ്പാട്ട പെട്ട സ്ഥലമാണിത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് തന്നു, പാട്ടത്തിന് തന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഈ തണ്ണിമത്തൻ കൃഷി ഓപ്പൺ ചെയ്യാണ്. അതായത് വിഷരഹിത തണ്ണിമത്തനാണ്. ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 4.25 ഏക്കറുണ്ട്. 4.25 ഏക്കറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തണ്ണിമത്തനും അതേപോലെ ചീരയും പൊട്ടുവളരെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചീരയും പൊട്ടുവളരി ഇപ്പോൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് രണ്ടും ചീരയും പൊട്ടുവളരി തണ്ണിമത്തനും, അപ്പോൾ 4 കൂടി ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈസ്റ്റ് വെസ്റ്റ് സ്വീറ്റ്സ് ഇന്റർനാഷണൽ നൽകിയ മുക്കാസ ബ്രാൻഡിലുള്ള തണ്ണീർമത്തൻ വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. വിത്തിട്ട് 70 മുതൽ 80 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം. കടും ചുമപ്പും മധുരവും 2 ആഴ്ചയിൽ കൂടുതൽ കേടുവരാതിരിക്കും എന്നതാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത. ഒരു മത്തന് 3 മുതൽ 4 കിലോ വരെ തൂക്കം വരും. 1 ഏക്കർ സ്ഥലത്ത് 15 ടൺ എന്ന കണക്കിൽ 4 ഏക്കറിൽ 60 ടൺ വിളവ് ലഭിക്കും. കുറഞ്ഞ ഉൽപാദന ചിലവും ഉയർന്ന വിപണന സാധ്യതയുമാണ് ഈ കൃഷിയുടെ പ്രത്യേകത. TCV എരുമപ്പെട്ടി. ചാലക്കുടി നഗരസഭയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന പറയൻതോട്ടിൽ വെള്ളം കുറയുന്നു. പ്രദേശം കുടിവെള്ളക്ഷാമത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പോട്ടാച്ചിറയിൽ നിന്ന് തുടങ്ങി കോട്ടാറ്റ് വെച്ച് ചാലക്കുടി പുഴയിൽ ചേരുന്ന പറയൻതോട് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമായ ജലസ്രോതസ്സാണ്. ചെറുതും വലുതുമായ 10ഓളം പാടശേഖരങ്ങളിലൂടെ ഒഴുകുന്ന ഈ തോടാണ് കർഷകരുടെ ആശ്രയവും. വിയാർപുരത്തെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രവർത്തനത്തിന് തോട്ടിലെ വെള്ളക്കുറവ് തടസ്സമാകുന്നുമുണ്ട്. ഇവിടുത്തെ തടയണയിൽ നിന്നാണ് വിയാർപുരം 75 ഏക്കർ പ്രദേശത്തേക്ക് വെള്ളം എത്തുന്നത്. തച്ചുടപ്പറമ്പ് പുഞ്ചപ്പാടത്തും കാരക്കുളത്തുനാട് പാടശേഖരത്തിലും തടയണകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചാലക്കുടി പുഴയുടെ വലുതുകര പദ്ധതിയെ ആശ്രയിക്കുന്ന പോട്ടച്ചിറ ക്ഷയിച്ചതാണ് പറയൻതോടിന്റെയും ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇരിഞ്ഞാലക്കുടയിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബാങ്ക് ഭരണസമിതിയിൽ നിന്ന് സീനിയർ അംഗം രാജിവെച്ചു. ഇരിഞ്ഞാലക്കുട കാർഷിക വികസന ബാങ്ക് ഭരണസമിതിയിൽ നിന്നും സീനിയർ അംഗമായ IK ശിവജ്ഞാനമാണ് രാജിവെച്ചത്. തിലകൻ പൊയ്യാറ പ്രസിഡന്റും രജനി സുധാകരൻ വൈസ് പ്രസിഡന്റുമായുള്ള ഭരണസമിതിയാണ് ബാങ്ക് ഭരണത്തിലുള്ളത്. കോൺഗ്രസിലെ A ഗ്രൂപ്പിൽ നിന്നുള്ള 7 പേരും I ഗ്രൂപ്പിൽ നിന്നുള്ള 6 പേരും അടങ്ങുന്ന ഭരണസമിതി നിലവിൽ വന്നിട്ട് മാസങ്ങൾ മാത്രമാണ് പിന്നിട്ടിട്ടുള്ളത്. ഭരണ നേതൃത്വത്തിന്റെ നടപടികളോടുള്ള വിയോജിപ്പിനെ തുടർന്നാണ് രാജി എന്നാണ് സൂചന. അഭിപ്രായ ഭിന്നതകൾ വ്യക്തമാക്കിയിട്ടും കാര്യമുണ്ടായില്ലെന്നും രാജി പിൻവലിക്കുന്നില്ലെന്നും കോൺഗ്രസുകാരനായി തുടരുമെന്നും ശിവജ്ഞാനം വ്യക്തമാക്കി. CCTV തിച്ചൂർ മേഖല കേബിൾ TV ഓപ്പറേറ്ററും കേബിൾ TV അസോസിയേഷൻ COA കുന്നംകുളം മേഖലാ കമ്മിറ്റി മുൻ പ്രസിഡന്റുമായ തിച്ചൂർ പുറയംകുമരത്ത് വീട്ടിൽ രാധാകൃഷ്ണൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. നിരവധി പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. 20 വർഷത്തോളമായി തിച്ചൂർ മേഖലയിൽ കേബിൾ TV ഓപ്പറേറ്ററായിരുന്നു. പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാനും മുൻ MLAയുമായ UR പ്രദീപ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, മെമ്പർ അനിത, COA സംസ്ഥാന സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി PB സുരേഷ് കുമാർ, COA ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, മുൻ സെക്രട്ടറി രാജൻ നമ്പീശൻ, COA മുൻ ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. വന്യജീവികൾക്ക് ജലലഭ്യത ഉറപ്പാക്കാൻ ചിമ്മിനി ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനത്തിനകത്ത് കുളം നിർമ്മിച്ചു.
ആവാസ വ്യവസ്ഥയിൽ തന്നെ ജലലഭ്യത ഉണ്ടാക്കുന്നതിനും ജലത്തിനായി വന്യജീവികൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നത് ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് വനത്തിനകത്ത് കുളം നിർമ്മാണം നടത്തുന്നത്. ശ്രമദാനത്തിന് EDC ചെയർമാൻ MT അനിത് നേതൃത്വം നൽകി. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PR വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. സമിതി സെക്രട്ടറി KV അശോകൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ VR ബോസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ MV വിനയരാജ്, PB ജിനീഷ്, ബാബു എന്നിവർ പങ്കെടുത്തു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നാരായണീയ സപ്താഹം നടന്നു. തോട്ടം ശ്യാം തിരുമേനിയുടെ നേതൃത്വത്തിലായിരുന്നു സപ്താഹം. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ ഭാരതീയ നാട്യകലകളിൽ അവതരിപ്പിക്കുന്ന എന്റെ ഗുരു പദ്ധതിയുടെ ഭാഗമായി ദൈവദശകം കൂട്ടായ്മ മുദ്രോത്സവം മേഖലാ ക്യാമ്പ് നടത്തി. കോട്ടപ്പുറത്ത് നർത്തകിയും നടിയുമായ നവ്യ നായർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നീന പ്രസാദ് മോഹിനിയാട്ടത്തിലും പ്രിയദർശിനി ഗോവിന്ദ ഭരതനാട്യത്തിലും ക്ലാസ് എടുത്തു. കലാമണ്ഡലം രാജലക്ഷ്മി ദൈവദശകം നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു. ഗായത്രി കലാക്ഷേത്ര ഗിരീഷ് ഉണ്ണികൃഷ്ണൻ, VM ജോണി, കലാമണ്ഡലം മാധുരി എന്നിവർ നേതൃത്വം നൽകി. എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ യേശുവിന്റെ കുരിശിന്റെ വഴിയിൽ 14 സ്ഥലങ്ങളിൽ ഇടവകയിലെ യുവജനങ്ങൾ അണിയിച്ചൊരുക്കിയ പീഡാനുഭവങ്ങളുടെ സഞ്ചരിക്കുന്ന ദൃശ്യാവിഷ്കാര യാത്ര ശ്രദ്ധേയമായി. ത്യാഗം എന്ന പേരിൽ സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ സംവിധാനം ചെയ്ത ദൃശ്യാവിഷ്കാരത്തിൽ KCYM CLC സംഘടനകളിലെ 50ഓളം യുവതി യുവാക്കളാണ് വേഷമിട്ടത്. കുതിരയും പടയാളികളും കുരിശ് ചുമന്നു നീങ്ങുന്ന യേശുക്രിസ്തുവും പരിശുദ്ധ കന്യകാമറിയവും മഗ്ദലേന മറിയവും പൗരപ്രമുഖരുമായി ജീവൻ തുടിക്കുന്ന രംഗങ്ങളാണ് ദൃശ്യാവിഷ്കാരത്തിൽ അരങ്ങേറിയത്. യേശുവിന്റെ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്ന രംഗം മുതൽ ഗാഗുൽത്തായിലെ കുരിശുമരണം വരെയും കുരിശിൽ നിന്നിറക്കി കല്ലറയിൽ അടക്കം ചെയ്യുന്ന രംഗങ്ങളുമാണ് ഒരുക്കിയത്. നിരവധി വിശ്വാസികളാണ് കുരിശിന്റെ വഴിയിലെ ദൃശ്യാവിഷ്കാരം കണ്ട് പ്രാർത്ഥനാപൂർവ്വം പങ്കെടുത്തത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ മലയാറ്റൂർ കനകമല കാൽനട തീർത്ഥാടകർക്ക് ആമ്പല്ലൂരിൽ സൗജന്യ ഭക്ഷണവും വിശ്രമസ്ഥലവും ഒരുക്കി. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് MK അബി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KT പിയൂസ് അധ്യക്ഷത വഹിച്ചു. ജോയ് പണ്ടാരി, നൈജോ K ജോസ്, ജോൺ വട്ടക്കുഴി, ജിൻഡോ ചെറുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ച് നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇടവക അതിർത്തിയിലൂടെ 5 കിലോമീറ്ററോളം പിന്നിട്ട് പ്രദക്ഷിണം അടിവാരം പള്ളിയിൽ സമാപിച്ചു. കുരിശിന്റെ വഴിയുടെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി, ജനറൽ കൺവീനർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ, തോമസ് കുറ്റിക്കാടൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസ മരിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രവും തുടർന്ന് പ്രത്യേക ശുശ്രൂഷകളും നടന്നു. വൈകിട്ട് കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു. CLC അംഗങ്ങൾ ഒരുക്കിയ നിശ്ചല ദൃശ്യങ്ങൾ പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി. പരിഹാര പ്രദക്ഷിണത്തിൽ ഫാദർ പ്രസാദ് കുരിശിങ്കൽ CST പീഡാനുഭവ സന്ദേശം നൽകി. വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി മൂന്നുമുറി വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഇടവകയിൽ പാപപരിഹാര യാത്ര സംഘടിപ്പിച്ചു. പള്ളിയിൽ നിന്നും ആരംഭിച്ച പരിഹാര പ്രദക്ഷിണം ഒമ്പതുങ്ങൽ, മാങ്കുറ്റിപ്പാടം, കോടാലി വഴി തിരികെ മൂന്നുമുറിയിലെ ദേവാലയത്തിലെത്തി സമാപിച്ചു. വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറ്റാറ്റുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ ദുഃഖവെള്ളിയാഴ്ച ആചരണത്തോടനുബന്ധിച്ച് നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കുരിശിന്റെ വഴിയും നഗരി കാണിക്കലും പള്ളിയിൽ നിന്നും ആരംഭിച്ച് ചിറ്റാറ്റുകര പള്ളിയിൽ സമാപിച്ചു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഏനമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളിയാഴ്ച ആചരണം ഭക്തിസാന്ദ്രമായി. ദേവാലയത്തിൽ രാവിലെ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം കാർമ്മികത്വം വഹിച്ചു. ഇടവക ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പരിഹാര പ്രദക്ഷിണം കോഞ്ചിറ തീർത്ഥകേന്ദ്രം ഏനാമാവ് കടവ് വഴി ദേവാലയത്തിലെത്തി സമാപിച്ചു. മരക്കുരിശുകൾ കൈകളിലേന്തി നിരവധി വിശ്വാസികൾ വിശ്വാസതീക്ഷ്ണതയോടെ പരിഹാര പ്രദക്ഷിണത്തിൽ അണിനിരന്നു. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പീഡാനുഭവ ചരിത്ര വായന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് നടന്ന പരിഹാര പ്രദക്ഷിണത്തിന് അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പാറയിൽ നേതൃത്വം നൽകി.
പരിയാരം സെയിന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി ദുഃഖവെള്ളി ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രൂശിത രൂപം വഹിച്ചുള്ള നഗരി കാണിക്കൽ പ്രദക്ഷിണം, പീഡാനുഭവ ദൃശ്യാവിഷ്കാരം എന്നിവ നടന്നു. കൈക്കാരന്മാരായ ആളൂർ ലേവി, ചാലിശ്ശേരി സതീഷ്, അന്തിക്കാട് വിൽസൺ, ചിറയത്ത് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി സെയിന്റ് ലാസേഴ്സ് ഇടവക ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. യേശുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി നൂറുകണക്കിന് വിശ്വാസികൾ പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സിജോ പൈനാടത്ത് പീഡാനുഭവ സന്ദേശം നൽകി. കൈക്കാരന്മാരായ ഡെയ്സൺ പഴുന്നാന, MF വിൻസെന്റ്, ലിൻഡോ ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര സെയിന്റ് ജോസഫ് ഫൊറോണ ഇടവകയിൽ നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. ഫൊറോണ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, കൈക്കാരന്മാർ, കേന്ദ്രസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി പരിഹാര പ്രദക്ഷിണം നടത്തി. പള്ളിയിൽ നിന്നും ആരംഭിച്ച പരിഹാര പ്രദക്ഷിണത്തിന് വികാരി നവീൻ മുരിങ്ങാത്തേരി, കൈക്കാരന്മാരായ ജോർജ്, ജിബു, ജാക്സൺ, ജോയ് എന്നിവർ നേതൃത്വം നൽകി. ക്രിസ്തുവിന്റെ പീഡാനുഭവ ദൃശ്യങ്ങളും ഒരുക്കിയിരുന്നു. കപ്പൂച്ചിൻ ബ്രദർ കുര്യാക്കോസ് അന്തോണി പീഡാനുഭവ സന്ദേശം നൽകി. ചേലക്കരയിലെ വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരണം നടന്നു. സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. പള്ളി വികാരി ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി, പള്ളി കമ്മിറ്റി ഭാരവാഹികളും ഭക്തസംഘടനാ ഭാരവാഹികളും വിശ്വാസികളും പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. സെയിന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയിൽ ഫാദർ കുര്യാക്കോസ് വൈദ്യൻ പറമ്പിലും, ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പഴയ പള്ളിയിൽ ഫാദർ ജോസിയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാള പുത്തൻചിറ കൊമ്പത്തുകടവ് സെയിന്റ് സേവിയർ പള്ളിയിലെ കുരിശിന്റെ വഴിയിൽ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തവർക്ക് പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ക്ഷേത്രഭാരവാഹികൾ മുന്തിരി ജ്യൂസ് നൽകി. ക്ഷേത്രഭാരവാഹികളായ രാജേഷ് ആറേലിൽ, PC ബാബു, സുനിൽ മേനോൻ, ഗിരീഷ് കുമാർ AR, അനിയൻ, PV സുഭാഷ്, EM മധു, EM മനോജ്, PS ലോഹിതാക്ഷൻ എന്നിവർ ചേർന്നാണ് 450ഓളം പേർക്ക് മുന്തിരി ജ്യൂസ് നൽകിയത്. പുഴയ്ക്കൽ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മന്ത്രി CN ബാലകൃഷ്ണനെ അനുസ്മരിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. E സുരേഷ് അധ്യക്ഷനായിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ E സലാവുദ്ദീൻ, MN മുരളീധരൻ, CB ഗീത, KS കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ചിൽ വയോധികനെ കാണാതായതായി പരാതി. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിന്റെ വടക്കുഭാഗത്ത് പുത്തൻപുര വീട്ടിൽ 82 വയസ്സുള്ള ഭാസ്കരനെയാണ് കാണാതായത്. വെള്ള ഷർട്ടും മുണ്ടുമാണ് ധരിച്ചിരുന്നത്. ഇയാളെ കണ്ടെത്തുന്നവർ വലപ്പാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. ഇനി വാണിജ്യം. CMA ഇന്ത്യ, CMA US, CA, ACCA എന്നീ കോഴ്സുകളുടെ 2022-23 വർഷത്തെ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തങ്ങളുടെ 800-ൽ പരം വിദ്യാർത്ഥികളെയും റാങ്ക് ജേതാക്കളെയും തൃശൂർ പ്രൊഫിൻസ് ക്യാമ്പസ് ആദരിച്ചു. തൃശൂർ നന്ദനം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഫെലിസിറ്റേഷൻ ചടങ്ങിലാണ് പ്രൊഫിൻസ് തങ്ങളുടെ റാങ്ക് ജേതാക്കളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ 800-ൽ പരം വിദ്യാർത്ഥികളെയും ആദരിച്ചത്. പ്രൊഫിൻസ് അംബാസഡറും നടനും ഗായകനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ കൈമാറി. അവാർഡ് ദാന ചടങ്ങിന്റെ ഉദ്ഘാടനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ മുൻ വൈസ് പ്രസിഡന്റ് CMA H പത്മനാഭൻ നിർവഹിച്ചു. ICMAI മലപ്പുറം കോഴിക്കോട് ചാപ്റ്റർ ചെയർമാൻ CMA ഷിറീൻ ചിറക്കൽ, ICMA തൃശൂർ ചാപ്റ്റർ ചെയർമാൻ CMA നാരായണൻ, പ്രൊഫിൻസ് ഡയറക്ടർമാരായ CMA അനൂപ് NG, CMA CS പ്രവീൺ കുമാർ, നാരായണൻ ഒട്ടപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർച്ചയായി റെക്കോർഡുകൾ കരസ്ഥമാക്കി മുന്നേറുകയാണ് പ്രൊഫിൻസ് ക്യാമ്പസ്. CMA ഇന്ത്യ, CMA USA, CA, ACCA എന്നീ കോഴ്സുകൾക്ക് വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം പ്രൊഫിൻസിന്റെ തൃശൂർ, കുന്നംകുളം, പെരിന്തൽമണ്ണ, കോഴിക്കോട്, നിലമ്പൂർ, വടകര ക്യാമ്പസുകളിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 60 ലിറ്റർ ചാരായവുമായി 2 പേർ ചേർപ്പ് എക്സൈസിന്റെ പിടിയിൽ. ഔഷധക്കൂട്ട് ചേർത്ത് നിർമ്മിച്ച ചാരായം ലിറ്ററിന് 1500 രൂപയ്ക്കായിരുന്നു വിൽപ്പന. ചാലക്കുടി പോട്ടാക്കവല സർവീസ് റോഡ് വികസനത്തിന് തടസ്സമായ മരങ്ങൾ മുറിച്ചു മാറ്റിയില്ല. ഇടുങ്ങിയ റോഡിലെ 2 വരി ഗതാഗതം മൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. എടത്തുരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. എറിയാട് സ്വദേശി തൻസീർ, പറവൂർ സ്വദേശി മിഥുൻലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. മാളാക്കടവിൽ സ്ഥിരം തടയണ നിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പായില്ല. കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക തടയണ കെട്ടിയതിൽ അപാകതയെന്ന് പരാതി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.